ഇപ്പോഴും ചില സ്ത്രീകളുടെ ഒക്കെ ഒരു ധാരണ ഉണ്ട്, ഒരു ഇത്ര ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കണ്ട, അത് ഇത്രയല്ലേ ഉള്ളൂ, ഇനി ഇത്രയുള്ളൂ കാലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മളൊരു വസ്ത്രം ഇട്ട് വരുമ്പോൾ ഇവർ ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കണം. അതായത് നമ്മൾ പഴയ കാരണവന്മാർ പറയും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മുടെ വസ്ത്രധാരണം. നമ്മളുടെ ഓരോ വസ്ത്രത്തിൽ ഓരോ മൂഡ് നമുക്കതിൽ ഫീൽ ചെയ്യും മറ്റുള്ളവർക്ക് കാണുമ്പോൾ. അപ്പൊ നിങ്ങളുടെ വസ്ത്രദാനത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ എല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് നമ്മളെ ഒരു സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഇതാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഇട്ട് ഇവിടെ വരെയല്ലേ പോകാനുള്ളൂ, എന്തെങ്കിലും ഇട്ട് പോവാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളാ വസ്ത്രധാരണം, നമ്മളുടെ ആ ഒരു പ്രസൻസ് മറ്റുള്ളവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വസ്ത്രധാരണത്തിന് തന്നെ പുറത്തൊക്കെ ഇറങ്ങണം. ഇനിയിപ്പോൾ പുറത്തുനിന്നല്ല, വീട്ടിലാണെങ്കിലും നമ്മൾ എത്രയും പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ വസ്ത്രധാരണവും സൂപ്പറായിരിക്കണം.